ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞത്. ജഡം കണക്കെ കിടക്കുന്ന എന്റെ അരികിലേക്ക് രുദ്രേട്ടനെ കൊണ്ടുവരണ്ടെന്ന്. തളർച്ച മാറി എന്നെങ്കിലും എഴുന്നേൽക്കുവാണെങ്കിൽ രുദ്രേട്ടൻ എന്നെ കണ്ടാ മതിയെന്ന്. അച്ഛനെ പോലെയല്ലല്ലോ രുദ്രേട്ടൻ, മറ്റു ആണുങ്ങളെ പോലെയല്ല. ചങ്കൂറ്റ ഒരുപാടുള്ള ആളല്ലേ, പിന്നെന്താ ഇങ്ങനെ? കൊലയാളികള് കൊലക്കത്തിയുമായിട്ട് പിന്നാലെ പാഞ്ഞു നടന്നു എന്നെ കൊല്ലാൻ. മരിക്കാതെ പിടിച്ചു നിന്നത്, ശത്രുക്കളെ അരിഞ്ഞു തള്ളിയത്, എന്നെങ്കിലും മടങ്ങി വരുന്ന എന്റെ ശാലിനിക്കൊപ്പം ജീവിക്കാനുള്ള കൊതിയുണ്ടാ. എങ്കിലും ഇപ്പൊ തോന്നുന്നു ഇങ്ങനൊരു കാഴ്ച കാണേണ്ടി വന്നതിലും നല്ലത് എന്റെ മരണം തന്നെയായിരുന്നു എന്ന്. അങ്ങനെ രുദ്രേട്ടൻ മരിച്ച നമ്മുടെ കുഞ്ഞിന് പിന്നെ ആരാ? എനിക്കുള്ള തളർച്ച, നമ്മുടെ കുഞ്ഞ് മിടിക്കുക. രുദ്രേട്ടനെ പോലെ നല്ല ആരോഗ്യമുള്ള കുട്ടിയാ. രുദ്ര, എങ്ങനെയുണ്ട് ആള്? അമ്മയെ പോലെ തന്നെ. സ്വഭാവം അച്ഛനെ പോലെ ആയാൽ മതിയായിരുന്നു. പെൺകുട്ടികളായ മോളെ പോലെ തൊട്ടാവാടിയാവാൻ പാടില്ല. കുറച്ചൊക്കെ തൻ്റെ ഇടം വേണം. ഈ തളർച്ച എത്ര നാൾ തുടരും സർ? കൃത്യമായ സമയം പറഞ്ഞില്ല. എങ്കിലും മാറ്റം ഉണ്ടാവുന്ന ഡോക്ടറുടെ പ്രവചനം. ആ പ്രതീക്ഷയില ഞങ്ങളും. എങ്കിലും ജീവനോടെ കാണാൻ കഴിഞ്ഞല്ലോ രുദ്രേട്ട. ഇടയ്ക്ക് അതിനും കഴിയില്ലെന്ന് തോന്നിയതാ. കഥകൾ ഒരുപാട് പറയാനുണ്ട് രുദ്ര. നൂൽപ്പാലത്തിലൂടെയായിരുന്നു യാത്ര. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം കൊണ്ടാണ്.